വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുക്കുവാണ്. ഇവിടെ നമ്മൾ അടയ്ക്കേണ്ട 20 രൂപ എന്ന എൻട്രി ഫീ തുച്ഛമാണെങ്കിലും ഫോട്ടോഷൂട്ടിനും വീഡിയോ ക്യാമറ ഉപയോഗിക്കുന്നതിനുമൊക്കെ റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൊബൈൽ ഷൂട്ട് ചെയ്ത് ഒരുക്കിയ ഈ വീഡിയോ കണ്ട് അഭിപ്രായം പറയാൻ മടിക്കല്ലേ. ടിക്കറ്റ് പരിശോധിച്ച് അകത്ത് കയറ്റാൻ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. ഓർക്കുക, ഇത് പൂർണ്ണമായും പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. എങ്കിൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതാണ് സുഹൃത്തുക്കളെ ഗുരുവായൂർ ദേവസ്വം വക പുന്നത്തൂർ കോട്ട. തൃശൂർ ജില്ലയിലൂടെ യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ മലയാളീസ് മാത്രമല്ല കേട്ടോ വരുന്നത്, തമിഴ്നാട്ടുകാരും പ്രായഭേദമന്യേ എല്ലാവരും ഇവിടെ വരുന്നുണ്ട് കാഴ്ചകൾ കാണാൻ വേണ്ടി, കുറച്ചു നേരം സമയം ചെലവഴിക്കാൻ വേണ്ടി. നല്ല നട്ടുച്ചയ്ക്ക് ഉച്ച പൊള്ളുന്ന വെയിലത്ത് ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ ഉള്ള ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. നല്ല ഗ്രാമത്തിന്റെ ശാന്തതയും മരത്തണലുകളും എല്ലാം സുഖം തരുന്ന അനുഭവങ്ങളാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം നാട്ടാനകളെ കാണാൻ കഴിയുന്ന അപൂർവമായ ഇടങ്ങളിലൊന്നാണ് പുന്നത്തൂർ കോട്ട. ആനകളുടെ പരിചരണവും സംരക്ഷണവും അവയുടെ കേളികളുമെല്ലാം സഞ്ചാരികൾക്ക് അടിപൊളി കാഴ്ച തന്നെയാണ്. മലയാളികളുടെ, പ്രത്യേകിച്ച് തൃശൂർകാരുടെ ആനക്കമ്പത്തെ വർണ്ണിക്കാൻ വാക്കുകളേയില്ല. ആനയില്ലെങ്കിൽ എന്ത് പൂരം, എന്ത് ഉത്സവം, എന്ത് ആഘോഷം. ഗുരുവായൂർ കേശവനും പത്മനാഭനും തെച്ചിക്കോടുകാവ് രാമചന്ദ്രനും ചെങ്ങല്ലൂർ രംഗനാഥനും കണ്ടംപുള്ളി ബാലനാരായണനും ചിറക്കൽ കാളിദാസനുമെല്ലാം ആനപ്രേമികളുടെ സ്വകാര്യ അഹങ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരിലെ ആനപ്രപഞ്ചമായ പുന്നത്തൂർ കോട്ട ആനപ്രേമികൾക്ക് ഒരു ബെഡാ സന്ദർശന കേന്ദ്രം തന്നെയാണ്. ഗുരുവായൂർ സന്ദർശിക്കുന്ന മിക്കവാറും ആളുകൾ പുന്നത്തൂർ കോട്ട കാണാതെ മടങ്ങാറില്ല. അത്രയേറെ മലയാളികളോട് ഇഴുകിച്ചേർന്നിരിക്കുന്ന ഇടമാണിത്. 20നും 60നും ഇടയ്ക്ക് പ്രായമുള്ള 41 ആനകൾ ഇവിടെ ഇപ്പോൾ ജീവിക്കുന്നു. കുറെ ആനകൾ നിൽപ്പുണ്ട്, കണ്ടോ, കുറെ ആനകൾ നിൽപ്പുണ്ട്. അങ്ങ് മുമ്പിലാണെങ്കിൽ മതം കൂട്ടി നിൽക്കുന്ന ഒരു ആന നിൽപ്പുണ്ട്. അങ്ങനെ വെറൈറ്റി കാഴ്ചകളാണ്. ഇവിടെ എൻട്രി ഫീ ഒരാൾക്ക് 20 രൂപയുള്ളൂ. പാർക്കിംഗ് ഫീ ഒരു 10 രൂപ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫോട്ടോഗ്രാഫിക്ക് ഉള്ള ചാർജ് ഉണ്ട്. മൊബൈൽ ഫോട്ടോഗ്രാഫി ചെയ്യുവാണെങ്കിൽ വെറും 25 രൂപയുള്ളൂ. ക്യാമറയിലാണെങ്കിൽ ഒരു 100 രൂപയാകും. ഈ വലിയ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ 1500 രൂപയാണ്. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു സംഭവമാണ്. നമുക്ക് എന്തായാലും മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുറെ ആനകളെ കാണാനുണ്ട്, കുറെ കാഴ്ചകൾ കാണാം. ആനയെ വളരെ അടുത്ത് നിന്ന് കാണാനും അതിന് തീറ്റി കൊടുക്കുന്നതിനെ കുളിപ്പിക്കുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടി അനേകം ആൾക്കാർ ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് മുമ്പോട്ട് പോയിട്ട് കൂടുതൽ കാഴ്ചകൾ. അങ്ങനെ 41 ആനകളുടെ ഒരു വലിയ ക്യാമ്പ്. പല പ്രായത്തിലുള്ള വലിപ്പത്തിലുള്ള ആനകൾ ഇവിടെ കാണാം. ഗുരുവായൂർ ആനത്താവളത്തിലേക്ക് ആനകളെ പ്രവേശിപ്പിച്ചതിന് പറയുന്നത് ഗ്രഹപ്രവേശം എന്ന് തന്നെയാണ്. 1975 പുന്നത്തൂർ രാജകുടുംബത്തിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന 9 ഏക്കർ 75 സെന്റ് സ്ഥലവും പുന്നത്തൂർ കോവിലകവും 1,60,000 രൂപയ്ക്ക് ദേവസ്വം വാങ്ങി ഗജകേസരികൾക്ക് താമസ സ്ഥലമൊരുക്കുകയായിരുന്നു. ഇതിനു മുമ്പ് 8 മാളികയും കുളപ്പുരയും പടിപ്പുരയും ചേർന്ന സാമൂതിരിയുടെ ഗുരുവായൂരിലെ കോവിലകം വളപ്പിലാണ് ആനകളെ തളച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെയാണ് ശ്രീവത്സം ഗസ്റ്റ് ഹൗസ് ഉള്ളത്. ആനകളുടെ എണ്ണം 26-ലെത്തിയപ്പോഴാണ് മറ്റൊരു സ്ഥലം കണ്ടെത്താൻ വേണ്ടി നിർബന്ധിതമായത്. 1975 ജൂൺ 26-ന് ആനകളെ ഘോഷയാത്രയായി ഈ ആനത്താവളത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ശ്രീവേലിക്ക് എഴുന്നള്ളിച്ചിരുന്ന താരയും മതപ്പാടിലായിരുന്ന പത്മനാഭനും രാമചന്ദ്രനും ചികിത്സയിലായിരുന്ന നാരായണൻകുട്ടിയും ജൂനിയർ ലക്ഷ്മി, രവീന്ദ്രൻ എന്നിങ്ങനെ 6 ആനകൾ ഒഴികെ ഗജരാജൻ കേശവന്റെ നേതൃത്വത്തിൽ 20 ആനകൾ ഘോഷയാത്രയോടെ ആനത്താവളത്തിൽ പ്രവേശിച്ചു. ഗംഭീര വെടിക്കെട്ടുമുണ്ടായി. ആനക്കാർക്കും മറ്റും വിഭവസമൃദ്ധമായ സദ്യ പുന്നത്തൂർ കോട്ടയിൽ നൽകി. അങ്ങനെ ഇപ്പോ ഗുരുവായൂരിലെ ആ വിചിത്രമായ ഗ്രഹപ്രവേശനത്തിന് 48 ആണ്ടിന്റെ പഴക്കമുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ചരിത്രം.
ഇനി നമ്മുടെ അനുഭവം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ വന്യജീവി സങ്കേതം മുഴുവൻ നന്നായി പരിപാലിക്കപ്പെടുന്നുണ്ട്. ആനകൾക്കും സന്ദർശകർക്കും ഒരുപോലെ സുരക്ഷിതത്വവും അതോടൊപ്പം അത്യാധുനികത കുത്തിനിറച്ച് ആ നാച്ചുറൽ ബ്യൂട്ടി നശിപ്പിക്കാതെ പഴമ അതേപോലെ നിലനിർത്തിയുള്ള പരിപാലനം. സന്ദർശകർക്ക് ഒരു 1.5 മണിക്കൂറോളം നിസ്സാരമായി ചെലവഴിക്കാവുന്ന ഒരു അടിപൊളി സ്ഥലം. ആന തിന്നുന്നതും പിണ്ടമിടുന്നതും തേച്ചൊരച്ചു കുളിപ്പിക്കുന്നതും വെള്ളം കുടിപ്പിക്കുന്നതും ഗംഭീര നടത്തവും ഇനി ഇതൊന്നും കൂടാതെ മറപ്പാടിൽ കിറുക്ക് കാണിക്കുന്നതും എല്ലാം കാണാം. അങ്ങനെ ഈ കോട്ടയിൽ കൊടുക്കുന്ന അനുകമ്പയും മാന്യവുമായുള്ള രീതിക്ക് സാക്ഷ്യം വഹിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. അവരുടെ ക്ഷേമവും സന്തോഷവുമാണ് ഇവിടുത്തെ ഓരോ സ്റ്റാഫിനും മുൻഗണനയെന്ന് വ്യക്തമാണ്. ഇതൊക്കെ ഞങ്ങൾ അവിടെ കണ്ട ആനക്കാഴ്ചകളിൽ മറക്കാനൊക്കാത്തതും അല്ലെങ്കിൽ അതിമനോഹരമായ ചിലതുമാണ് നിങ്ങളെ കാണിക്കുന്നത്. ആകെയുള്ള 40-ലധികം ആനകളുടെ കാഴ്ചകളിൽ വളരെ ചുരുക്കം ചില കാഴ്ചകൾ മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഗൂഗിൾ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, പോയി കാണുക.